എങ്ങനെ സമാധാനം കണ്ടെത്താമെന്ന് പലരും അന്വേഷിച്ച് പല വിധത്തിലുള്ള തീർത്ഥാടനങ്ങൾ, സമാധാനം അന്വേഷിച്ച് ജനം തീർത്ഥാടനങ്ങൾക്കും മതപരമായ കർമ്മങ്ങളും ആചാരങ്ങളും മതപരമായ അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്ത് സമാധാനം കണ്ടെത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പലരും കൗൺസിലിംഗ് സെന്ററുകളിലേക്ക് പോകുന്നു. അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സാംസ്കാരികമായ പ്രസംഗങ്ങൾ, അത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെ കേട്ടും യോഗ പോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് സമാധാനം അന്വേഷിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ മനുഷ്യന് സമാധാനം ലഭിക്കുവാൻ ഇതൊന്നും മതിയായ കാരണമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചിലരൊക്കെ പറയുന്നു സമ്പത്തുണ്ടായ സമാധാനം ഉണ്ടാകുമെന്ന്. എന്നാൽ നമ്മുടെ ചുറ്റിലും സാമ്പത്തികമുള്ള എത്ര കുടുംബങ്ങളുണ്ട്. പക്ഷേ അവിടെയൊക്കെ പലപ്പോഴും നമ്മളൊന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അറിയാം അവരകത്ത് അനുഭവിക്കുന്ന അസമാധാനത്തെക്കുറിച്ച്. അപ്പൊ സമ്പത്ത് കൊണ്ട് സമാധാനം ലഭിക്കില്ല. ഇനി വിദ്യാഭ്യാസം കൊണ്ട് സമാധാനം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ വിദ്യാസമ്പന്നരായവരുടെ ഭവനങ്ങൾക്കകത്ത് അവിടെയും സമാധാനമില്ല. അപ്പൊ വ്യക്തി ജീവിതങ്ങൾക്കകത്ത് സമാധാനം ലഭിക്കാൻ സമ്പത്തിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഭൗതിക സാഹചര്യങ്ങൾക്കകത്ത് ഒന്നും നമുക്ക് ലഭ്യമാവുകയില്ല. ഇനി ജനിച്ചു വീണത് നാട്ടിൽ അറിയപ്പെടുന്ന സാമ്പത്തിക ശേഷിയുള്ള അല്ലെങ്കിൽ ഉന്നത കുലജാതരായിട്ടൊക്കെ ജനിച്ചതുകൊണ്ടും കുടുംബത്തിൽ സാമ്പത്തിക സമാധാനം ഉണ്ടാകണമെന്നില്ല. സമാധാനം ലഭിക്കുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, മനുഷ്യന് ദൈവത്തോട് ബന്ധമുണ്ടാകണം. ദൈവത്തോട് ബന്ധമില്ലാത്ത ഒരു മനുഷ്യന് സമാധാനം അനുഭവിക്കാൻ കഴിയില്ല. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പൂർണ്ണ സമാധാനത്തിലാണ് സൃഷ്ടിച്ചത്. ദൈവം ആത്മാവാകുന്നു. ആത്മാവാകുന്ന ദൈവം വലിയൊരു ആത്മാവിനെ മനുഷ്യന്റെ അകത്താക്കി മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചു. ആ മനുഷ്യന്റെ അകത്ത് ദൈവം സമ്പൂർണമായ സമാധാനം കൊടുത്തിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ആത്മാവായി സൃഷ്ടിച്ചു. ദൈവത്തിന്റെ തേജസ്സിലാണ് സൃഷ്ടിച്ചത്, ദൈവത്തിന്റെ ഛായയിലാണ് സൃഷ്ടിച്ചത്. അങ്ങനെ ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചു. പക്ഷി മൃഗജാതികളെയൊക്കെ സൃഷ്ടിച്ചപ്പോ അതിന്റെയൊക്കെ ഉള്ളിൽ അവരൊക്കെ ജീവനുണ്ട്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ജീവനുണ്ട്. എന്നാൽ മനുഷ്യന്റെ ജീവൻ ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യന്റെ ജീവൻ വെറുമൊരു ജീവനല്ല, അതിനപ്പുറമായി മനുഷ്യന്റെ അകത്ത് ഒരു ആത്മാവിനെ കൂടി ദൈവം വെച്ചു. ദൈവത്തിന്റെ ഛായ, ദൈവത്തിന്റെ സാദൃശ്യം എന്നൊക്കെ പറഞ്ഞ ഈ ആത്മാവിന്റെ സാദൃശ്യമാണ്. ഈ ആത്മാവ് നമ്മുടെ അകത്തുണ്ട്. ഈ ആത്മാവ് ദൈവത്തോട് ബന്ധപ്പെടുന്നതാണ്. പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ഒന്നും ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയില്ല. കാര്യം അതിനകത്ത് ആത്മാവില്ല. ആത്മാവുള്ളവർക്ക് മാത്രമേ ആത്മാവായി ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയൂ. അങ്ങനെ ദൈവത്തോടുള്ള കൂട്ടായ്മയിലും ബന്ധത്തിലും ജീവിക്കുവാനാണ് ദൈവം മനുഷ്യനെ ആത്മാവുള്ളവനായി സൃഷ്ടിച്ചത്. എന്നാൽ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരവും സ്വന്തം താല്പര്യപ്രകാരവും അവന്റെ മനസ്സിൽ അവന് ആഗ്രഹിച്ചതുപോലെ ജീവിക്കുവാൻ ശ്രമിച്ച് ദൈവത്തോടുള്ള ബന്ധം വിട്ടവൻ പോയപ്പോ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രവേശിച്ചതാണ് പാപം. പാപം എന്ന് പറയുമ്പോൾ പാപം എങ്ങനെയാണ്, എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നു. പാപം എന്നൊരു പ്രതിഭാസം മനുഷ്യന്റെ ജീവിതത്തിൽ നിലനിൽക്കുകയാണ്. അവന് നന്മ ചെയ്യാൻ കഴിയില്ല. എത്ര ശ്രമിച്ചാലും മനുഷ്യന് നന്മ ചെയ്യാൻ കഴിയാതെ വണ്ണം മനുഷ്യനെ തിന്മയിലേക്കും അരാജകത്വത്തിലേക്കും അധർമ്മത്തിലേക്കും ഒക്കെ വലിച്ചടുപ്പിക്കുന്ന ഒരു ഘടകമായി പാപം അവന്റെ ജീവിതത്തിൽ നിൽക്കുകയാണ്. അത് എവിടെ ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയ സമയത്ത് അവന്റെ അകത്ത് ആരംഭിച്ചതാണ് പാപം. ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയ മനുഷ്യന്റെ അകത്ത് വ്യാപരിക്കുന്നതാണ് പാപം. പാപത്തിന്റെ പരിഹാരം വരുന്ന ഒരു മനുഷ്യന് മാത്രമാണ് ദൈവത്തോട് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയൂ. പാപം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പാപമില്ല എന്ന് എത്ര കണ്ണടച്ചിരുട്ടാക്കി ആര് പറഞ്ഞാലും ആര് പഠിപ്പിച്ചാലും അതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. ജനിച്ചു വീഴുന്ന സകല കുഞ്ഞുങ്ങളും പാപത്തോടെ ജനിക്കുകയാണ്. പാപത്തോടെ ജനിക്കുന്ന മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. കാരണം ദൈവത്തോട് ബന്ധം സ്ഥാപിച്ച് ദൈവത്തോട് സമാധാനത്തിൽ ജീവിക്കണമെന്ന് മനുഷ്യന് ആഗ്രഹമുണ്ടെങ്കിലും അവനത് കഴിയാതെ അവനത് കഴിയാതെ പോകുന്നതിന്റെ കാരണം അവന്റെ അകത്ത് വ്യാപരിക്കുന്ന പാപമാണ്. ഈ പാപം അവന്റെ അകത്ത് നിൽക്കുന്നിടത്തോളം അവന്റെ ആത്മാവ് മൃതാവസ്ഥയിലാണ്. മനുഷ്യന്റെ ആത്മാവ് മൃതാവസ്ഥയിലായിപ്പോയി. ആത്മീയ മരണം അവന് സംഭവിച്ചു. എപ്പോഴാണ് സംഭവിച്ചത്? ആദിമ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന്റെ ആത്മാവ് മരണത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ ആത്മീയ മരണം ബാധിച്ച മനുഷ്യനാണ് ഭൂമിയിൽ ജനിക്കുന്നവരൊക്കെയും. ഇങ്ങനെ ആത്മാവിൽ മരണമുള്ളവന് ഒരിക്കലും ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ആത്മാവിനെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരണം. ആത്മാവിനെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ദൈവവുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നത്. അതിനുവേണ്ടിയാണ്
ദൈവം ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. മനുഷ്യന്റെ കർമ്മങ്ങൾക്കോ ആചാരങ്ങൾക്കോ തീർത്ഥാടനങ്ങൾക്കോ അവന്റെ മനസ്സിൽ ഉദിക്കുന്ന ഇസങ്ങൾക്കോ അല്ലെങ്കിൽ ഫിലോസഫികൾക്കോ ഒന്നും മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ മനുഷ്യൻ ഉണ്ടാക്കി വെച്ച ഒരു മാർഗത്തിനും മനുഷ്യൻ ഉണ്ടാക്കി വെച്ച പ്രമാണങ്ങൾക്കും കഴിയാതിരിക്കുമ്പോ മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ ദൈവം ഒരു പദ്ധതിയിട്ട്. സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ, ദൈവത്തോടൊപ്പമായിരുന്നവൻ, ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ചവൻ, ദൈവത്തിന്റെ സമ്പൂർണ്ണ തേജസ്സിനകത്ത് വസിച്ചവൻ സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ, മനുഷ്യന്റെ സാദൃശ്യത്തിൽ, ദാസ്യരൂപത്തിൽ ഇറങ്ങി വന്നു. അവനാണ് യേശുക്രിസ്തു. ഞങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, യേശു എന്ന ഏക മാർഗം. മറ്റൊരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ ദൈവം തയ്യാറാകില്ലായിരുന്നു. ദൈവം എന്തുകൊണ്ട് യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു? മറ്റൊരു മാർഗത്തിലൂടെയും മനുഷ്യനെ ദൈവത്തോട് ബന്ധം സ്ഥാപിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്റെ മടിത്തട്ടിൽ നിന്ന് ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് മാനവകുലത്തിന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് മനുഷ്യന് വേണ്ടി പകരക്കാരനായി കാൽവരിയിൽ മരിക്കുവാൻ യേശുവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചു. യേശുവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചത് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി, പകരക്കാരനായി കാൽവരിയിൽ മരിക്കാൻ വേണ്ടി അയച്ചത്. കാരണം പാപത്തിന്റെ ശമ്പളം അല്ലെങ്കിൽ പാപത്തിന്റെ കൂലി അതല്ലെങ്കിൽ പാപത്തിന്റെ ശിക്ഷ അത് മരണമാണ്. ആ മരണം ജീവിതത്തിൽ അനുഭവിച്ചെങ്കിൽ മാത്രമേ മനുഷ്യന് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയൂ. അതിന് മറ്റൊരു മാർഗവും കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഈ മരണം എനിക്ക് പകരക്കാരനായി, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പകരക്കാരനായി മരിക്കുവാൻ യേശു ഭൂമിയിലേക്ക് വന്നു. മനുഷ്യ സാദൃശ്യത്തെ മനുഷ്യരൂപത്തിൽ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവരായി യേശു ഭൂമിയിലേക്ക് വന്നു. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ദൈവമായിരുന്നു, ദൈവപുത്രനായിരുന്നു, അവന്മേൽ പാപമില്ല, പാപം ചെയ്തിട്ടില്ലാത്തവൻ, പാപം അറിഞ്ഞിട്ടില്ലാത്തവൻ, പാപത്തെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാത്ത യേശുക്രിസ്തു, പരമപരിശുദ്ധരായ യേശുക്രിസ്തു, ഊനമില്ലാത്ത കുഞ്ഞാടായ ദൈവകുഞ്ഞാടായ യേശുക്രിസ്തു മാനവകുലത്തിന്റെ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ മരിച്ചു. ആ യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ മനുഷ്യന്റെ പാപം എന്നേക്കുമായി നീക്കിക്കളയുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽ അങ്ങനെയാണ് മനുഷ്യന് ദൈവത്തോട് ബന്ധമുണ്ടാകുന്നത്. യേശു കാൽവരിയിൽ മരിച്ചതുകൊണ്ട് മനുഷ്യന് ദൈവത്തോട് ബന്ധമുണ്ടായി. അതുവരെ മനുഷ്യന് ദൈവത്തോട് സമാധാനം ആചരിക്കാൻ കഴിയാതിരുന്നപ്പോ മനുഷ്യന് ദൈവത്തോട് സമാധാനത്തിലേക്ക് കൊണ്ടുവന്ന് യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണമാണ് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്തു. ഇനി എന്താണ് മനുഷ്യന് ഇനി ചെയ്യേണ്ടത്? മനുഷ്യൻ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഇനി ഒരു കർമ്മമാർഗത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഇത് വിശ്വാസമാർഗമാണ്. എനിക്ക് വേണ്ടി കാൽവരിയിൽ എന്റെ പകരക്കാരനായി മരിച്ച യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് വിശ്വാസത്താൽ ക്രിസ്തുവിനെ ആര് ഉള്ളിൽ സ്വീകരിക്കുന്നുവോ അവരുടെ ഉള്ളിൽ നിത്യജീവൻ വ്യാപരിക്കുകയാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ മൃതാവസ്ഥയിൽ നിന്നും അടക്കിക്കൊണ്ടുവന്ന നിത്യനായ ദൈവത്തോട് അവനെ ബന്ധിപ്പിക്കുന്ന ജീവനാണ് നിത്യജീവൻ. ആ നിത്യജീവൻ അവന്റെ അകത്ത് ദൈവം പകരുകയാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിനകത്ത് ഒരു വാക്യം, മനോഹരമായ ഒരു വാക്യം, ഒരുപക്ഷെ നിങ്ങൾ റോഡ് സൈഡുകളിലൊക്കെ ആ വാക്യം കണ്ടു കാണും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടവന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഒരു നന്മയും വസിക്കാത്ത, ഒരു പ്രയോജനമില്ലാത്ത, പാപം മാത്രം ചെയ്യുന്ന, പാപത്തിന്റെ ചേറ്റുകൊണ്ട് കിടക്കുന്ന എന്നെ, അതാണ് ലോകമെന്ന് പറയുന്നത്. ഒരു നന്മയും വസിക്കാത്ത നമ്മളെ തേടി സ്വർഗം വിട്ട് താണഭൂമിയിൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പകരക്കാരനായി കാൽവരിയിൽ മരിച്ച നമ്മുടെ പാപത്തിന്റെ പരിഹാരം ചെയ്തു. അങ്ങനെ യേശു ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു. ഈ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നു, ധാരാളമായി സ്നേഹിക്കുന്നു. അപ്പൻ സ്നേഹിക്കുന്നതിനുപരിയായി, അമ്മ സ്നേഹിക്കുന്നതിനുപരിയായി, സഹോദരങ്ങൾ സ്നേഹിക്കുന്നതിനുപരിയായി, നാട്ടുകാർ നിങ്ങളെ സ്നേഹിക്കുന്നതിനുപരിയായി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണം എനിക്ക് പകരമായിരുന്നു എന്ന് വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുകയാണ്. അവൻ നമ്മളെ ദൈവമക്കളുടെ അവകാശത്തിലേക്കും ദൈവമക്കളുടെ അധികാരത്തിലേക്കും നമ്മളെ ഉയർത്തുകയാണ്. ഇത് വിശ്വാസത്തിന്റെ മാർഗമാണ്, സൗജന്യമാണ്. നയാ പൈസയുടെ ചിലവില്ല, ഒന്നും ചിലവഴിക്കണ്ട, ഒരു ദാനകർമ്മങ്ങളും കൊടുക്കണ്ട, ഒരു തീർത്ഥാടനവും ചെയ്യണ്ട. ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് യേശുവേ, ഞാൻ പാപിയായ മനുഷ്യൻ, എനിക്ക് ദൈവത്തോട് ബന്ധമില്ല, എന്നെ ദൈവത്തോട് നിരപ്പിക്കുവാൻ എനിക്ക് പകരക്കാരനായി അവിടുന്ന് കാൽവരി ക്രൂശിൽ
ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിച്ച് അതൊന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് അടുത്തു വരുന്ന ഏവർക്കും സൗജന്യമായി ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുകയാ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചു എന്ന വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. എത്ര കടും ചുവപ്പേറിയ പാപം കോടതികളും പോലീസ് സ്റ്റേഷനുകളും കുടുംബക്കാരും വീട്ടുകാരും നാട്ടുകാരും ക്ഷമിക്കാത്ത നിന്റെ പാപത്തിന്റെ കടും ചുവപ്പേറിയ അനുഭവങ്ങളെയും ക്ഷമിച്ച് വെൺമഞ്ഞ് പോലെ നിന്നെ ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്ന ഏക മാർഗം യേശുവിന്റെ മാർഗമാണ്. പാപമോചനത്തിന് മറ്റൊരു മാർഗവുമില്ല, മറ്റൊരു മധ്യസ്ഥന്മാരുമില്ല, ഒരാൾ ദൈവങ്ങളുമില്ല, ഒരു മനുഷ്യനും ദൈവമല്ല. ദൈവമായി ഒരുവരേ ഉള്ളൂ. അത് ആ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തിയത് യേശു ക്രിസ്തുവാണ്. മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ ഒരു മധ്യസ്ഥന്മാരുടെയും ആർക്കും ദൈവസന്നിധിയിൽ ചെന്നെത്താൻ കഴിയില്ല. കാരണം മനുഷ്യന്റെ പാപത്തിനു വേണ്ടി മരിച്ചത് യേശു മാത്രമാണ്. അതുകൊണ്ട് പറയുന്നു, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവൻ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തു മാത്രമേ മധ്യസ്ഥനായുള്ളൂ. അതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ വിശ്വാസത്താൽ അല്ലാതെ നിങ്ങൾ ജനിച്ചു വീണത് പാരമ്പര്യമായിട്ട് ക്രൈസ്തവ കുടുംബത്തിലായിരിക്കാം, 2000 വർഷത്തെ പാരമ്പര്യം പറയുന്ന ക്രൈസ്തവ സഭകൾക്കകത്തായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ ജനിച്ചു വീണത്. എങ്കിലും യേശുവിനെ വ്യക്തിപരമായി സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്തിടത്തോളം നിങ്ങൾക്ക് ദൈവവുമായി ബന്ധമില്ല. നിങ്ങൾ നടത്തുന്ന കർമ്മങ്ങളും പെരുന്നാളുകളും ആചാരങ്ങളും എല്ലാം വെറും വ്യർത്ഥമാണ് എന്ന് വേദപുസ്തകം പറയുന്നു. ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് യേശുവിനെ അറിയണം. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് സുപ്രസാദകാലം, ഇത് രക്ഷാദിവസം. ഇപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് യേശുവിനെ അറിഞ്ഞ് യേശുവിനോടൊപ്പം ജീവിക്കുന്ന വ്യക്തിക്കാണ് നിത്യജീവൻ. അവന് മരിച്ചാലും ദൈവത്തോടൊപ്പം വസിക്കാം. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ സകല തിന്മകളും അധർമ്മങ്ങളും ഒക്കെ ചെയ്ത് ജീവിച്ച് സകല പാപവും ചെയ്ത് ജീവിച്ചിട്ട് മരിച്ചതിന് ശേഷം ആരെങ്കിലുമൊക്കെ നടത്തുന്ന നേർച്ചകളോ കാഴ്ചകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ധൂവപ്രാർത്ഥനകളോ ഏതെങ്കിലും വിധത്തിലുള്ള സഞ്ചാരങ്ങളോ അടിയന്തരങ്ങളോ ചാത്തങ്ങളോ ഒന്നും കൊണ്ട് ഒരു മനുഷ്യരെയും സ്വർഗത്തിലെത്തിക്കാൻ കഴിയില്ല. സ്വർഗത്തിൽ പോണോ ഇവിടെ വെച്ച് തീരുമാനമെടുക്കണം. ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, ഇവിടെ ദൈവത്തോടൊപ്പം ജീവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ മരണശേഷവും ദൈവത്തോടൊപ്പം ജീവിക്കാൻ കഴിയൂ. അല്ലാതെ നടത്തുന്നതെല്ലാം വെറും കർമ്മങ്ങളാണ്, വെറും ആചാരങ്ങളാണ്, ഒരു പ്രയോജനവുമില്ലാത്ത നിർജീവ പ്രവൃത്തികളാണ് എന്ന് ഈ തെരുക്കോട് നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ. യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം യേശു ക്രിസ്തു കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് ശക്തിയോടെ തൻ ദൈവപുത്രനും തെളിയിച്ചു. ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ആരെങ്കിലുമൊക്കെ ആരാധിച്ച് ദൈവമാക്കിയവരല്ല, ദൈവമായിരുന്നവൻ ഭൂമിയിലേക്ക് വന്നതാണ്. അവൻ ദൈവമാണ്. ഉലക സ്ഥാപനത്തിനു മുമ്പേ ദൈവമായിരുന്നവൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. യേശു ദൈവമായിരുന്നവൻ ഭൂമിയിലേക്ക് വന്നവനാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യസമാധാനമുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളുടെ അധികാരത്തിലേക്ക് വരാൻ കഴിയും. ഇന്ന് പകൽ എല്ലാ കാലവും ആർക്കും ജീവിച്ചിരിക്കാൻ കഴിയില്ല. മരണം നമ്മെ പിടികൂടുന്നതിന് മുമ്പ്, മരണമെന്ന യാഥാർത്ഥ്യം നമ്മെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പ് യേശുവിൽ വിശ്വസിച്ച് നിങ്ങളുടെ നിത്യത ഉറപ്പാക്കണം. മുഴുലോകത്തെക്കാളും വിലയേറിയ ഒരു ആത്മാവിനെ നിങ്ങളുടെ അകത്ത് ദൈവം വെച്ചിട്ടുണ്ടെന്നേ. മരണം കൊണ്ട് നമ്മുടെ ശരീരം മണ്ണോട് ചേരും. ഇവിടെ എത്ര കോടീശ്വരനായാലും, ഇന്നിങ്ങ് കുടിലിൽ വസിക്കുന്നവനായാലും, എത്ര വിദ്യാസമ്പന്നനായാലും വിദ്യാഭ്യാസം ഇല്ലാത്തവനായാലും, ഇവിടെ എത്ര വലിയ പദവികൾ വഹിച്ച വ്യക്തിയാണെങ്കിലും മണ്ണോട് ചേരും. ശരീരം മണ്ണോട് ചേർന്നാലും നമ്മുടെ ആത്മാവ് എവിടെയാണ് അതിന്റെ വിശ്രമം കണ്ടെത്തുന്നതെന്ന് ഈ ഭൂമിയെ വെച്ചാ തീരുമാനിക്കേണ്ടത്. ഒന്നുകിൽ നിത്യമായ സ്വർഗത്തിൽ, അതല്ലെങ്കിൽ നിത്യമായ നരകത്തിൽ, അല്ലെങ്കിൽ നിത്യമായ ന്യായവിധിയിലേക്ക് നിങ്ങൾ പോകുവാനിടയായിത്തീരും. ജീവപുസ്തകത്തിൽ പേരില്ലാത്ത സകലരെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. എങ്കിൽ ഇന്ന് പകൽ ഇത് സുപ്രസാദകാലമാണ്, ഇത് രക്ഷാദിവസമാണ്. ഇപ്പോൾ നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച് യേശുവിന് വേണ്ടി വേർതിരിഞ്ഞ് യേശുവിന് വേണ്ടി ജീവിക്കുക. അവന്റെ കൽപ്പനയായ സ്നാനം സ്വീകരിക്കുക. ആത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിയിൽ വേർപാടിൽ പ്രാർത്ഥനയോടെ നിങ്ങൾ കർത്താവിനെ കാത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിത്യതയിൽ എത്തിച്ചേരാം, അവനോടൊപ്പം വസിക്കാം. ആ നിത്യമായ സമാധാനത്തിലേക്കും നിത്യജീവനിലേക്കും നിത്യമായ സന്തോഷത്തിലേക്കും ഈ ദേശനിവാസികളെയും ഞങ്ങളെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്തദാസൻ